കണ്ടോ, ഞാൻ മിക്സിക്ക് ഒരു കുപ്പായം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ മൂടി വയ്ക്കും. ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇടയ്ക്ക് ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ. ഞാൻ രാത്രി പാത്രം തേച്ച് കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഒരു ഷോളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് ഒന്ന് മൂടി വെക്കൂ കേട്ടോ. അല്ലെങ്കിൽ പല്ലിയോ പാറ്റയോ അതൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചാടിയാലോ. അപ്പോൾ ഡെയിലി ഞാൻ രാത്രി കഴിയുന്നതും പാത്രം കഴുകി വയ്ക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ മിക്സി ഒന്ന് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയായി വയ്ക്കാൻ ശ്രമിക്കണം. എൻ്റെ ഇതൊരു 6-7 വർഷമായ 6 വർഷമായ മിക്സി ആട്ടോ. ഞാനിത് എന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുടച്ച് എത്ര തിരക്കാണെങ്കിൽ പോലും ചെയ്യുന്ന പണികൾ ഞാൻ അപ്പോൾ നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നീട് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും. ഒന്നിച്ചൊരു ക്ലീൻ ചെയ്യൽ ഒരു ബുദ്ധിമുട്ടാട്ടോ. എന്നാൽ പോലും ഞാൻ ആഴ്ചയിൽ ഇതുപോലെ തന്നെ ഒന്നും കൂടി ഞാൻ ഒരു ക്ലീനിങ് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ എപ്പോൾ പാത്രം എടുത്താലും അപ്പോൾ കഴുകി വയ്ക്കാൻ ശ്രമിക്കും. ഒരു ഗ്ലാസ് എടുത്താൽ പോലും, ഒരു ചായ കുടിച്ചാൽ പോലും പാത്രങ്ങൾ കഴുകി വാഷ് ബേസിന് ഇതുപോലെ നീറ്റാക്കി ഇടും. അപ്പം നമ്മൾ ചെയ്യുന്ന പണികൾ ഞാൻ അങ്ങനെ എപ്പോഴും തന്നെ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുന്ന പണികൾ കഴിയുന്നത് നീറ്റായിട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കും. ഇതുപോലെ നമ്മുടെ ഫ്രിഡ്ജാണെങ്കിലും ഡെയിലി നമ്മൾ അടുക്കള അടിച്ച് വരുമ്പോൾ പൊടിയായിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറം ഞാൻ എന്നും തന്നെ തുടയ്ക്കും, അല്ലെങ്കിൽ പൊടിയടച്ച് അത് വൃത്തികേടായിരിക്കും. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എടുത്ത് ക്ലീൻ ആക്കും കേട്ടോ. ഇപ്പോൾ ഓൾറെഡി നിറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഫ്രിഡ്ജിനകത്ത്. ഡെയിലി ഞാൻ അടിക്കുമ്പോൾ ഇതുപോലെ മാറാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചൂലും കൊണ്ട് അപ്പം തന്നെ അടിച്ച് കഴിയുന്നതും കൈ എത്തുന്നതോടെ അടിച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഫാനൊക്കെ ഞാൻ ക്ലീൻ ആക്കും. പിന്നെ വാഷ് ബേസിൻ അത് ഞാൻ ഡെയിലി തേച്ച് കഴുകും. ചിലവർ 2-3 ദിവസം കൂടുമ്പോൾ വാഷ് ബേസിനൊക്കെ കഴുകാൻ ശ്രമിക്കും. ഡെയിലി ഇതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് പണി കുറഞ്ഞിരിക്കും. ഞാൻ ബാത്റൂം ആണെങ്കിലും ഡെയിലി കഴുകും. ബാത്റൂമിൻ്റെ ചുമര് മാത്രം ഞാൻ ആഴ്ചയിൽ, എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം, എൻ്റെ ക്ലീനിങ് ഡേ വ്യാഴാഴ്ചയാണ്. അക്ഷരപ്പിശാശ് ഒരുപാടുണ്ട് കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കേട്ടോ ചുമരൊക്കെ തേച്ചിടുന്നത്. പിന്നെ നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിലും ഞാൻ എന്നും ഉപയോഗം കഴിഞ്ഞിട്ട് തുടച്ച് നീറ്റാക്കി വയ്ക്കുക. എന്നും ഞാൻ എല്ലാ കാര്യങ്ങളും നീറ്റാക്കി. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ഫോളോ ചെയ്തു പോയാൽ നമ്മുടെ പണികളെല്ലാം നമുക്ക് കുറഞ്ഞു കിട്ടും. ഞാൻ പിന്നെ എല്ലാത്തിനും ഓരോ കുപ്പായങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിക്സിക്കാണെങ്കിലും ഇൻഡക്ഷനാണെങ്കിലും ഓരോ കുപ്പായങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അധികം പണികൾ ചെയ്യാൻ മടിക്കണം. പീരിയഡ്സ് ആവുന്ന സമയത്ത് മാത്രം കേട്ടോ എൻ്റെ പണികൾക്ക് കുറച്ച് ഡിലേ വരുള്ളൂ. അതെനിക്ക് വയറുവേദനയും ഛർദിയൊക്കെ ആയിരിക്കും. എന്നാലും കഴിയുന്നത് ഞാൻ നീറ്റാക്കി വയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവർക്ക് ടാറ്റാ.